ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. മഴ കനത്തു പെയ്യുന്ന ഒരു വൈകുന്നേരം നഴ്സായ അഞ്ജലി ഡ്യൂട്ടി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സ്റ്റോപ്പിന്റെ ഒരു മൂലയിൽ തണുത്തു വിറച്ചു വരുന്ന വൃദ്ധനെ അവൾ ശ്രദ്ധിച്ചത്. തോളിൽ ഒരു പഴയ സഞ്ചി മാത്രം. അഞ്ജലി തന്റെ ബാഗിൽ നിന്ന് ഒരു പൊതി ബിസ്ക്കറ്റും വെള്ളവും എടുത്ത് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം അത് വിറക്കുന്ന കൈകളോടെ വാങ്ങി. മോളെ, ഹോസ്പിറ്റലിൽ നിന്നാണോ വരുന്നത്? അദ്ദേഹം അവളെ നോക്കി ചോദിച്ചു. അതെ, അപ്പൂപ്പനെ എങ്ങനെ മനസ്സിലാക്കി? അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ഈ മണം മരുന്നിന്റെയല്ല, കഷ്ടപ്പെടുന്നവർക്ക് കൂട്ടിരിക്കുന്നവരുടെ ഒരു പ്രത്യേക മണമാ. അത് എനിക്ക് പരിചയമുണ്ട്. എന്റെ മകനും ഒരു നേഴ്സായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടത്തിൽ അവൻ മരിച്ചതിനെക്കുറിച്ചും അതിനുശേഷം മരുമകൾ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനെക്കുറിച്ചും അദ്ദേഹം പതുക്കെ പറഞ്ഞു. താനിപ്പോൾ ഒരു വൃദ്ധസദനത്തിലാണ് താമസിക്കുന്നതെന്നും അവിടെയുള്ളവർക്ക് മരുന്നിന് പണമില്ലാത്തതിനാൽ ആരോടൊക്കെയോ സഹായം ചോദിക്കാൻ നഗരത്തിൽ വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അഞ്ജലിയുടെ മനസ്സ് വിങ്ങി. അവൾ തന്റെ ബാഗ് തുറന്ന് അന്ന് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചുകൊടുത്തു. ഇത് അപ്പൂപ്പൻ കൊണ്ടുപോയിക്കോളൂ, അവിടെയുള്ളവർക്ക് മരുന്ന് വാങ്ങാൻ ഉപകരിക്കും. അദ്ദേഹം അത് വാങ്ങാൻ മടിച്ചു. പക്ഷേ അഞ്ജലി നിർബന്ധിച്ചു. ഒരു മകൾ തരുന്നതാണെന്ന് കരുതിയാൽ മതി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അഞ്ജലിക്ക് ഒരു കത്ത് കിട്ടി. ഒരു വൃദ്ധസദനത്തിൽ നിന്നുള്ളതായിരുന്നു അത്. ഒരുപാട് അമ്മമാരുടെയും അച്ഛന്മാരുടെയും സ്നേഹത്തിൽ ചാലിച്ചെഴുതിയ ഒരു കത്ത്. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.